DJ സിബിൻ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആള്, എനിക്ക് ടു ബി ഫ്രാങ്ക്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ആളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരു പ്രൊവോക്കർ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആള് നൈസായിട്ട് തേച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഇപ്പൊ ശ്രീതു അപ്സരയുടെ ആരോട് പറയുന്നുള്ള കേസിലാണെങ്കിലും അവിടെ ചെറിയൊരു സ്പാർക്ക് ഇടാനായിട്ട് DJ സിബിൻ നോക്കിയിട്ടുണ്ട്. കാരണം ഒരു പുള്ളി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ചെറിയ ചെറിയ കുത്തിത്തിരിപ്പൊക്കെ ഇല്ലാതെ എന്താ രസമില്ല. യെസ്, ചെറിയ ചെറിയ കുത്തിത്തിരിപ്പ് എന്നല്ലാതെ ഒരു രസമില്ല. കാരണം എന്ന് വെച്ചാൽ ഭജന ഇരിക്കാൻ പോയതല്ലോ, അത് ബിഗ് ബോസ് ഹൗസ് അല്ലേ, അപ്പൊ അവിടെ അതിൻ്റെതായ കണ്ടന്റ് കൊടുക്കണം. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഋഷിയോട് ജുവനൈൽ ഹോമിൽ കൊണ്ടുപോകും, കുഞ്ഞാണ് നീ കുട്ടിയാണെന്നൊക്കെയുള്ള പറഞ്ഞ വഴക്കിന്റെ ഇടയിൽ നമ്മുടെ ക്യാപ്റ്റൻ ആയ പ്രിൻസസ് അന്ന് സ്വയം ചിന്തിക്കുന്ന, വിചാരിക്കുന്ന, കുളിക്കാത്ത നനയ്ക്കാത്ത ജാസ്മിൻ വന്നിട്ട് ഗബ്രി 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 മക്രി 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 തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള പാട്ട് പോലെ തന്നെ ആരെ വിളിച്ചാലും ആശാത്തി ഈ പറഞ്ഞ മാതിരി ഗബ്രി എന്ന പേരിൽ വരും. കാരണം അത് ജാസ്മിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, കാരണം അവരുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഫ്രണ്ട് എന്ന് നനച്ചിരുന്നത്, നമ്മൾ ആരെ നനച്ചിരിക്കുന്നു എവിടെ നോക്കിയാലും അയാൾ എന്നുള്ള രീതിയിൽ തോന്നുന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയാറില്ലേ. സോ അതുകൊണ്ട് തന്നെ ഗബ്രി 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 എന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഇന്നലെ ഗബ്രിയും സംസാരിക്കുന്നുണ്ടായിരുന്നു, ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫൈറ്റ് ആസ് എ ക്യാപ്റ്റൻ. പിന്നെ കരച്ചിലായി പിഴിച്ചിലായി, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള മറ്റേ സീരിയൽ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ നമ്മുടെ സിബിൻ ഈ ഒരു കോൺവെർസേഷൻ അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഋഷിയും പറയുന്നുണ്ടായിരുന്നു, അവള് പിന്നെ അതല്ലേ പറയുള്ളൂ, അതല്ലാതെ പിന്നെ വേറെ എന്താ പറയാന്നുള്ളത്. അപ്പൊ നൈസായിട്ട് DJ സിബിൻ അവിടെ പറയുന്നത്, നമ്മള് യു ആർ സോ സ്വീറ്റ്, യു ആർ സോ ക്യൂട്ട്, യു ആർ ഓസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉപ്പാടാ. കാരണം എന്ന് വെച്ചാൽ ഒരാളും ഞാനിങ്ങനെ നിലവില് എന്റെ ലൈഫിൽ ഇതുവരെ ഉപ്പിനോട് കമ്പയർ ചെയ്ത് ഞാൻ കേട്ടില്ല നീ ഉപ്പാടാ അവളുടെ, അതായത് ജാസ്മിന്റെ ഉപ്പാടാ നീ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥ. ഉപ്പില്ലാതെ നമുക്കൊരു സാധനം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഉപ്പ് കൂടിയാലും പ്രശ്നമാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ജാസ്മിന്റെ അവസ്ഥയിൽ ഉപ്പ് കൂടിയ വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ ആരെ കണ്ടാലും ഗബ്രി 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 എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നൈസായിട്ട് ഗബ്രി അതൊരു ഫണ്ണായിട്ടോ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും DJ സിബിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സിബിൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്ത ആണെന്ന് വേണ്ടിട്ടുണ്ടെങ്കിൽ നീ ഉപ്പാടാ എന്നുള്ള രീതിയിലാണ്. കാരണം ഗെയിം കുഴപ്പമില്ല, ഗെയിം പോയാലും കുഴപ്പമില്ല, മിസ് യു സോ മച്ച്, ഐ ലവ് യു, പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുന്നു, ഐ കാണ്ട് വിത്തൗട്ട് യു എന്ന് പറയുന്നു, യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു എന്ന് പറയുന്നു. ഇങ്ങനത്തെ പല പരിപാടികളും രാത്രി 12 മണിക്ക് ശേഷം മാത്രമാണ് ഇവർ ചെയ്യാറുള്ളത്. മോർണിംഗ് തൊട്ട് ടിൽ 12 മണി വരെ ഇവർ ഭയങ്കര ഫൈറ്റേഴ്സ് ആണെങ്കിലും 12 മണിക്ക് ശേഷം ഇവർ ഭയങ്കര ലോലന്മാരാണ്. പക്ഷെ DJ സിബിൻ കൊടുക്കുന്ന ഓരോരോ ആണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി സൂപ്പർബാണ്. സോ ഫൈനലി നമുക്ക് ദേ ആർ ടുഗദർ, ദേ ആർ എ ടീം. അല്ലെങ്കിൽ ജബ്രി എന്നുള്ള പേരിനേക്കാളും നല്ലത് ഉപ്പ് എന്നുള്ള ഒരു പേര് തന്നെ ആയിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അർത്ഥവത്തായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു വഴക്കുണ്ടാക്കിയ ഒരാളെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ പോലും അവിടെ ആ വഴക്കിലൊന്നും ഇല്ലാത്ത ഒരാളുടെ പേര് മാത്രം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ജബ്രി എന്ന് പറയുന്ന ഒരു കോംബോ അല്ലെങ്കിൽ ജാസ്മിന്റെ മനസ്സിലാ ഗബ്രി എന്തോരം പതിഞ്ഞിട്ടുണ്ടാവുന്നു. അതുപോലെ തന്നെ DJ സിബി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആള് ഒരു DJ ആണെങ്കിലും ഈ പറഞ്ഞ മാതിരി ലൈക്ക് ഒരു RJ എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ സംസാരിച്ച്, വ്യക്തമായിട്ട് സംസാരിച്ച്, പ്രൊവോക്ക് ചെയ്യേണ്ടവരെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് നല്ലൊരു വൈബാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.